ഉലമാക്കൾ ഉമറാക്കൾ പ്രവർത്തകരിലേക്കൊക്കെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. നബിദിനാഘോഷം, പ്രാമാണിക വായന എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. പരിശുദ്ധ റബീഉൽ അവ്വൽ സമാഗതമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അനാചാരമാണ്, ബിദ്അത്താണ്. ഒന്നുകൂടി കടന്നു പറഞ്ഞ് അവർ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരാണ് എന്നൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ചിത്രതകളും ശൈഥില്യങ്ങളും സൃഷ്ടിക്കുന്ന വഹാബി മൗദൂദികളെ നമുക്കറിയാം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ വക്രീകരിക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ കോട്ടിമാറ്റുകയും ചെയ്ത് പാവപ്പെട്ട വിശ്വാസി സമൂഹത്തെ വഞ്ചിക്കുകയാണവർ. ഈ ഒരു ഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി എന്താണ് മൗലിദ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പരിശുദ്ധമായ ജന്മദിനം ആഘോഷിക്കുന്നത് കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, താല്പര്യപ്പെടുന്നത്, നമ്മൾ എന്താണ് നടത്തുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അന്ന അസ്ല അമലി മൗലിദി അല്ലദി ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മൗലിദ് കർമ്മം എന്നതിന്റെ വിവക്ഷ വിശദീകരിക്കുകയാണ്. ഹുവ ഇജ്തിമാഉൻ നാസ് വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിൽ നിന്ന് ആവശ്യമായത് അല്ലെങ്കിൽ പറ്റുന്ന വിധത്തിൽ വിശുദ്ധമായ ഖുർആൻ ഓതുന്നു. വലിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാഥമികത്വത്തെ വിശദീകരിക്കുന്നു. അതുപോലെ വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാതി, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ജന്മത്തിൽ ഉണ്ടായ അത്ഭുതങ്ങളെ വിശദീകരിക്കുന്നു. ثم يمد لهم صمات يأكلونه وينصرفون من غير زيادة, പിന്നെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കും. നമ്മൾ സാധാരണ മൗലിദ് കർമ്മം നടത്തൽ ഇങ്ങനെയാണ് അല്ലെ? ആദ്യം അൽ ഫാത്തിഹ വയ്ക്കുന്നു, എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹയിലെ ഇഖ്ലാസ് ഓതുന്നു, പിന്നെ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതുന്നു. പിന്നെ നമ്മൾ സാധാരണ ചൊല്ലി വരുന്ന മൗലിദ് മങ്കൂസ് മൗലിദ് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ യത്ലഉ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ വഅഖ്റജഹു ഫീ ആഖിരിസ് സമാൻ കമാ ഖദ്ദറ വഅബ്ദാ وألبسه خيرة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام എന്ന് തുടങ്ങുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രാഥമികത്വം. നബിതങ്ങളുടെ ഈ ഭൗതികമായ ലോകത്തേക്കുള്ള ജനനത്തിനപ്പുറം നബിതങ്ങളുടെ നൂറിനെ അല്ലാഹു ആദ്യം സൃഷ്ടിച്ച ആ മഹ്ദദ്, ആ പ്രാഥമികത്വം നമ്മൾ വിശദീകരിക്കുന്നു. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ അല്ലാഹു സൃഷ്ടിച്ചു. പിന്നെ അവിടുത്തെ ജന്മത്തെ വലഞ്ഞുഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിൽ സകിയത്തി ത്വാഹിറ ഹത്താ അഖ്റജനി മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്. മോശമായ ഒരു ഗർഭപാത്രത്തിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ നൂർ കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഹബീബിന്റെ ജന്മം വിശുദ്ധമാണ് എന്നൊക്കെ പറയുന്നു. ഇതാണ് നമ്മൾ മൗലിദിൽ പ്രധാനമായിട്ടും പറയുന്നത്.
ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം വിശദീകരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ മിനൽ ബിദഇൽ ഹസന, അത് നല്ല ആചാരമാണെന്ന് മാത്രമല്ല അല്ലതി യുസാബു അലൈഹാ സാഹിബുഹാ, അത് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു കൂലി നൽകുകയും ചെയ്യും. കാരണം എന്താ? ലിമാ ഫീഹി മിൻ തഅദീമി ഖദ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇമാരിൽ ഫർഹി വൽ ഇസ്തിബ്ശാരി ബിമൗലിദിഹി ശരീഫ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കലുമുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇതിൽ അല്ലാഹു കൂലി നൽകുമെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിർവഹിക്കുന്നത്. ഇനി ഇതിന്റെ ഓരോ വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചു. എന്താണ് ഇതിൽ വിമർശകർ ഉന്നയിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് സന്തോഷിക്കാൻ പറ്റൂല എന്നാണോ? അല്ലെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു നിഅമത്തായിട്ട് അല്ലാഹു നിയോഗിച്ചിട്ടില്ല എന്നൊന്നും വിമർശകർക്ക് പറയാൻ കഴിയൂലല്ലോ. അഥവാ വിശുദ്ധമായ ഖുർആനിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് തന്നെ അനുഗ്രഹമായിട്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്. ഈ പ്രപഞ്ചത്തിന് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പ്രപഞ്ചത്തിന് അനുഗ്രഹമായിട്ടാണ് അല്ലാഹു നിയോഗിച്ചത്. ആ നിഅമത്തിനെ നമ്മൾ പറയണം. അത് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന ആ നിഅമത്ത് നബി തങ്ങളുടെ നിഅമത്താണ്. ആ നിഅമത്തിനെ നമ്മൾ പറയണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് ഫഇന്ന തഹദീസൽ അബ്ദി വഇഖ്ബാരിഹി ബിനിഅമത്തില്ലാഹി ശുക്റുൻ ബിൽ ലിസാൻ. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ ഒരാൾ പറയുക എന്നത് തന്നെ അവന്റെ നാവ് കൊണ്ട് അവൻ ചെയ്യുന്ന ശുക്റാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖീൽ ബറൂസവി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. മുഅ്മിനീങ്ങൾക്ക് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ അനുഗ്രഹത്തെ പറയണം. അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഒരാൾ നാവ് കൊണ്ട് റബ്ബിന് ചെയ്യുന്ന ശുക്രിന്റെ ഭാഗമാണ് അവർക്കുള്ള നിഅമത്തുകളെ പറയുക എന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും വലിയ നിഅമത്തിനെ നമ്മൾ പറയണം. അതാണ് ഈ റബീഉൽ അവ്വലിലൂടെ റബീഉൽ അവ്വൽ 1 മുതൽ അവസാനം വരെ പ്രത്യേകമായി നമ്മൾ പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ധാരയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും അവന്റെ ദൈനംദിന ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുമായും സ്വലാത്തുമായും ബന്ധപ്പെട്ടതാണ്. എന്ത് പ്രത്യേക പരിപാടിയാണെങ്കിലും നമുക്ക് മൗലിദുണ്ട്. ഒരു കുടിയിരിക്കലാവട്ടെ, അല്ലെങ്കിൽ ഒരാൾ ഗൾഫിലേക്ക് പോകാനാവട്ടെ, അല്ലെങ്കിൽ മരണപ്പെട്ടിടത്താകട്ടെ, അവിടെയൊക്കെ ഹബീബിന്റെ മദ്ഹ് പറയുക എന്നത് നമ്മുടെ ചര്യയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആചാരത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ ആകുമ്പോൾ റബീഉൽ അവ്വലിൽ അതൊന്നും കൂടി കൂടും. മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്നും നമ്മൾ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ആയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം മാത്രം പറയുന്നു. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ പറയണം. ഫബിദാലിക ഫൽയഫ്റഹു, നിങ്ങൾ അതുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യണം. ഏറ്റവും വലിയ റഹ്മത്ത് എന്താ? അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്ന് മഹാന്മാരായ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. വിമർശകർ ഉന്നയിക്കാറുണ്ട്, അതിന് റഹ്മത്ത് കൊണ്ട് എന്താ നബിതങ്ങളാണെന്ന് ഉദ്ദേശം ആരാണ് പറഞ്ഞത്? നിരവധി തഫ്സീറുകളിൽ അത് കാണാൻ കഴിയും. അബ്ദുൽ മൻസൂറിലുണ്ട് അബ്ദുൽ മൻസൂറിൽ വറഹ്മത്തുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടെ ഫദ്ലുല്ലാഹി അൽ ഇൽം, ഖുൽ ബിഫദ്ലില്ലാഹി, ഫദ്ലുല്ലാഹി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇൽമിനെയാണ്, അറിവിനെയാണ്. വറഹ്മത്തുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഉദ്ദേശിച്ച റഹ്മത്ത് അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് അബ്ദുൽ മൻസൂർ രേഖപ്പെടുത്തുന്നുണ്ട്.
എന്നിട്ട് അവിടെ ആയത്തും പറയുന്നുണ്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അത് മാത്രമല്ല റൂഹുൽ മആനിയുണ്ട്, ബഹറുൽ മുഹീത്തുണ്ട്, മറ്റു തല തഫ്സീറുകളിൽ നമുക്കത് കാണാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലെ, ചില ആളുകൾ വിമർശിക്കാണ് അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഓവറാക്കാൻ പാടില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമുമാരുടെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ ചരിത്രത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ അംതദിഹക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയെ മദ്ഹ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, അങ്ങയെ മദ്ഹ് പറയാൻ, പുകഴ്ത്തി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. വഹാബികൾ പഠിപ്പിക്കുന്ന തൗഹീദാണ് മുത്തുനബി പഠിപ്പിച്ചതെങ്കിൽ മുത്തുനബി എന്ത് പറയണം? പാടില്ല. അങ്ങനെ എന്നെ മദ്ഹ് ഞാൻ കൊണ്ടുവന്നത് പിൻപറ്റിയാൽ മതി, മദ്ഹ് പറയണ്ട, ആ ജാതി പരിപാടി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം. പക്ഷേ ഹബീബ് പഠിപ്പിച്ചത് വഹാബിസത്തിന്റെ മൗദൂദിസത്തിന്റെ പിഴച്ച ആശയങ്ങളെല്ലാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി കൊടുത്തു, നഅം, മറുപടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞു, എന്റെ മദ്ഹ് പറഞ്ഞോളി എന്ന് പറഞ്ഞു. ലാ യഫ്ദുലില്ലാഹു ഫാക്, അനുഗ്രഹിച്ചു ദുആ ചെയ്തു കൊടുത്തു. അബ്ബാസേ, നിങ്ങളുടെ വായക്ക് ഒരു നാശവും സംഭവിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയണം എന്നാ മുത്തുനബി പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു മിൻ ഖബ്ലിഹാ തിബ്ത ഫിൽ ളിലാലി വഫീ മുസ്തൗദഉൻ ഹൈസു യഖ്സിഫുൽ വറഖ് എന്ന് തുടങ്ങി നബി തങ്ങളുടെ ആ പ്രാഥമികത്വത്തെ പറയുന്ന വിധത്തിൽ നബി തങ്ങളെ പുകഴ്ത്തി പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നബി തങ്ങളുടെ ആ പ്രാഥമികത്വമാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് മാത്രമല്ല, മഹാനായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലി ഹസ്സാന മിൻബറൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഒരു മിമ്പർ സ്ഥാപിച്ചു കൊടുത്തു. എന്തിന്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയാൻ. യഖൂമു അലൈഹി ഖായിമൻ യുഫാഖിറു അൻ റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയാൻ. മാത്രമല്ല നബി തങ്ങൾ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ് മാ യുഫാഖിറു ഔ യുനാഫിഖു അൻ റസൂലില്ലാഹ്, റൂഹുൽ ഖുദ്സ് കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ചെയ്ത പണി എന്താണ്? മുത്തുനബിയെ പുകഴ്ത്തി പറഞ്ഞു. അല്ലേ, ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ ബൈത്തൊക്കെ കണ്ണുകൾ നിറയുന്ന സ്നേഹത്തിന്റെ വചനാമൃതങ്ങളാണ്. وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك خلقت كما تشاء. ആ ഹബീബിനോടുള്ള അദമ്യമായ സ്നേഹം പ്രകടിപ്പിച്ചത് മദ്ഹ് പാടിയിട്ടാണ്. നമുക്ക് അറിയുന്ന ബൈത്തുണ്ട്, ഫസുലുസുക കാഫൂറുൻ വറുബുക അംബറു വഖുമുസുക യാഖൂതുൻ വബാഖീക ജൗഹറു. എങ്ങനെ അതിനൊക്കെ അർത്ഥം പറയാം? അത്രമേൽ ഹബീബിനോടുള്ള അദമ്യമായ ഇഷ്ക് പ്രകടിപ്പിച്ചവരാണ് സ്വഹാബത്ത്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹുൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തി. എന്തേ കാരണം? ബിമദ്ഹിൻ നബിയിൽ മുസ്തഫ. അപ്പോൾ മദ്ഹ് പറയാൻ പറ്റൂല എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അത് മദ്ഹ് പറയാൻ പാടില്ല എന്ന് പറയുന്നതാണ് പ്രാമാണിക വിരുദ്ധം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉമർ ഫിൽ മസ്ജിദ്, ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലൂടെ നടന്നു പോകുമ്പോഴുണ്ട് ഒരു സംഭവമുണ്ട്. ഞാൻ സമയത്തിന്റെ ദൈർഘ്യം മാനിച്ച് വിശദീകരിക്കുന്നില്ല. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാം, അസ്മഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അജിബ് അന്നി യാ ഹസ്സാൻ. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ അങ്ങനെ പാട്ടുപാടാൻ പറയും. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ. ബുഖാരി ഇമാം തന്നെ, ബുഖാരിയിൽ തന്നെ, സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു റബാഹയുടെ ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, നബി തങ്ങൾ അതിനെ കുറിച്ച് ഇന്ന അഖല്ലക്കും ലാ യഖൂലു റഫസ്, ബഹുമാനപ്പെട്ട ഇബ്നു റബാഹ തങ്ങൾ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് മോശമായ വർത്തമാനമല്ല, അത് നല്ല വർത്തമാനമാണ്. ഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉൻ അറാനൽ ഹുദാ ബഅദൽ ഹംഅ ഫഖുലൂബുനാ ബിഹി മൂഖിനാത്തുൻ അന്നമാ ഖാല വാഖിഉ. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തു നബി തങ്ങളെ മദ്ഹ് പറയുക. അപ്പോൾ മദ്ഹ് പറയുന്നതിന് പ്രശ്നമില്ല. ഇനി കൂട്ടമായിരുന്നു മദ്ഹ് പറഞ്ഞാൽ പ്രശ്നമാണോ?
അതും പ്രശ്നമല്ല എന്ന് മാത്രമല്ല, സ്വഹാബത്ത് മാതൃക കാണിച്ചു തന്നു. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജലസ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്. മഹാനായ മൂസ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇത്തഖദ മിൻ ഖൽഖിഹി ഖലീലൻ ഇത്തഖദ ഇബ്രാഹിമ ഖലീലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഖലീലാക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ കല്ലമഹു തക്ലീമാ, ഈസ നബി അലൈഹിസ്സലാമിനെ കലിമത്തുല്ലാഹി വറൂഹുഹു. ഇങ്ങനെ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ മദ്ഹ് ഇങ്ങനെ പറയുകയാണ്. ഈ സദസ്സിലേക്കാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഈ സദസ്സിലേക്ക് വന്നു. വഹാബികൾ ഇവിടെ പഠിപ്പിക്കുന്ന തൗഹീദാണ് നബിതങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ നബിതങ്ങൾ ആകെ ദേഷ്യപ്പെടണ്ടേ അല്ലെ? ഹദീസുകളിൽ കാണാം, ഫതഗയ്യറ വജ്ഹു റസൂലില്ലാ, മുസ്തഫായ തങ്ങളുടെ മുഖം വിവർണമായി. വഹ്മറ വജ്ഹു റസൂലില്ലാ, പറ്റാത്തത് കണ്ട ഹബീബിന്റെ മുഖം വിവർണമാകും. നബിതങ്ങളുടെ മുഖത്ത് ആ ധർമ്മരോഷം പ്രകടമാകും. പക്ഷേ വഹാബികളെ തൗഹീദാണെങ്കിൽ നബിതങ്ങൾ ഈ സദസ്സിക്ക് എങ്ങനെ വരിക? നമ്മൾ ഒരു സദസ്സിൽ ഇരിക്കണം, ഒരു മൗലിദിന്റെ സദസ്സിലൊക്കെ ഒരു വഹാബി ഭട്ടാനുള്ള അവസ്ഥ എന്താക്കണം അല്ലേ? ഒരു മൗലിദിന്റെ സദസ്സിൽ ഒരു വഹാബി ഭട്ടാലുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഭയങ്കര അസഹിഷ്ണുതയുടെ പരമകാഷ്ഠയായിരിക്കും. പക്ഷെ നബിതങ്ങൾ ഈ സദസ്സിലേക്ക് വന്നിട്ട് ഇവര് പഠിപ്പിച്ച തൗഹീദാണ്, അങ്ങനെ മധുവൊന്നും പറയാൻ പറ്റൂല എന്ന് പറയുന്ന തൗഹീദാണെങ്കിൽ നബിതങ്ങളെ പ്രകടനം എന്തായിരിക്കും? നബിതങ്ങൾ അവരെ തിരുത്തി കൊടുക്കും, നബിതങ്ങൾ അവരെ ശകാരിക്കും, ഇനി മേലെ ആവർത്തിക്കരുതെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല മുത്തുനബി പറഞ്ഞത്. ഖദ് സമിഅതു കലാമകും വഅജബകും, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പറഞ്ഞ അത്ഭുതം കൂറിയതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഇബ്രാഹീമ ഖലീലുല്ലാഹി വഹുവ കദാലിക വമൂസാ നജിയുല്ലാഹി വഹുവ കദാലിക വഈസാ റൂഹുല്ലാഹി വകലിമതുഹു വഹുവ കദാലിക വആദം മുസ്തഫാഹുല്ലാഹു വഹുവ കദാലിക. ഈസാ നബി അലൈഹിസ്സലാം കലിമത്തുല്ലാഹി വറൂഹുഹു, റൂഹുല്ലാഹി വകലിമതുഹു, റൂഹുല്ലാഹി ഈസ, നജിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ട് അലാ വഅന ഹബീബുല്ലാഹി വലാ ഫഖറാ, നബി പറഞ്ഞു, അലാ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഞാനാണ് ഹബീബുല്ലാഹ് മുഹമ്മദുർ മുസ്തഫ. നബി പറഞ്ഞു കൊടുക്കാണ്, വഅന ഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമത്തി വലാ ഫഖറാ, ഖിയാമത്ത് നാളിൽ ലിവാഉൽ ഹംദ് പിടിക്കുന്നവൻ ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല വഅന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ, ഞാൻ ആദ്യമായിട്ട് ശഫാഅത്ത് ചെയ്യുന്നവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. വലാ ഫഖറ വഅന അക്രമുൽ അവ്വലീന വൽ ആഖിരീൻ. നബിതങ്ങള് മദ്ഹ് പറഞ്ഞു, പഠിപ്പിച്ചു കൊടുത്തു. മറ്റു പ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, എന്റെ പവർ, എന്റെ അവസ്ഥ ഇതാണ്. വലാ ഫഖറ, ഞാൻ അഹങ്കാരത്തിന് വേണ്ടി പറഞ്ഞതല്ല, ഈ ഉമ്മത്ത് മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയും, ലാ തതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയമ, ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയത് പോലെ നിങ്ങൾ പുകഴ്ത്തരുത്. ഈ പൊട്ട് മാത്രം പറഞ്ഞിട്ട് പറയാൻ പറ്റൂല എന്ന് പറയും. നബി തങ്ങളെ മദ്ഹ് പറയരുത് എന്നുള്ളതിന് തെളിവാണിത്. ഒന്ന് നോക്കുക, തൊട്ട് ശേഷം മുത്തുനബി എന്താ പറയുന്നത്? ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ അബ്ദുഹു വറസൂലുഹു എന്ന് പഠിപ്പിക്കണം. നമ്മൾ പറയുന്നില്ലേ? എന്തിനാണ് റസൂലുള്ളാഹി തങ്ങൾ ഫഇന്നമാ അന അബ്ദുഹു എന്ന് പറഞ്ഞത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബുർദയിൽ ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി തങ്ങൾ പറയുന്നുണ്ടല്ലോ, വഹ്കും ബിമാ ശിഅത മദ്ഹം ഫീഹി വഹ്തകിമി വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഇരിബ അൻഹു നാതിഖുൻ ബിഫമി. നസ്വാറാക്കൾ അവരുടെ പ്രവാചകനായ ഈസ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ പുകഴ്ത്തുന്നത് പോലെയാണോ? അല്ല, അവർ പുകഴ്ത്തിയത് ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്ന രൂപത്തിലാണ്. നമ്മളെ നബിദിനത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടാണോ? അല്ല, അല്ലാഹുവിന്റെ റസൂൽ അബ്ദുഹു വറസൂലുഹു. വളരെ പ്രധാനമായി നമ്മൾ പറയുന്ന ആശയങ്ങൾ ഇതാണ്.
അപ്പൊ ഈ ഹദീസ് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞത് എന്നത് പ്രമാണവിരുദ്ധമാണ്. പ്രമാണങ്ങളിൽ പറയുന്നത് ഈസ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞതുപോലെ പറയരുത്, അഥവാ ദൈവപുത്രൻ എന്ന് പറയരുത്. എന്നിട്ട് റസൂൽ എന്താ പറഞ്ഞത്? ഫഖൂലു അബ്ദുല്ലാഹി വറസൂലി, നിങ്ങൾ ഞാൻ അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമാണെന്ന് മദ്ഹ് പറയണം എന്നാ പറഞ്ഞത്. പക്ഷെ പരിധി വിട്ടിട്ട് ദൈവമാക്കരുത്, ദൈവപുത്രനാക്കരുത് എന്നാണ് ഈ ഹദീസിന്റെ വിവക്ഷ. അതുമാത്രമല്ല, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു ഖൗലിഹി ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത് എന്താ? സ്വലാത്തുല്ലാഹി, അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി ഇൻദൽ മലായിക, മലക്കുകൾക്കിടയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയലാണ്. അതുമാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിച്ചു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ വിശദീകരിക്കുകയാണ്. വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയ, ഏതായത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലായികത്തും നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിന്റെ വിശദീകരണം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ പറയാണ്, വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയത്തി അന്നല്ലാഹ സുബ്ഹാനഹു അഖ്ബറ ഇബാദഹു ബിമൻസിലത്തി അബ്ദിഹി വ നബിയിഹി. ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്തെ അല്ലാഹു പറയുന്നുണ്ട്. ഇൻദഹു ഫിൽ മലഇൽ അഅ്ലാ, ഉപരിലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ പറയുന്നുണ്ട്. ബിഅന്നഹു യുസ്നി അലൈഹി ഇൻദൽ മലായികത്തിൽ മുഖറബീൻ, എങ്ങനെ മലക്കുകൾക്കിടയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പവർ, ഹബീബിന്റെ സ്ഥാനത്തെ അല്ലാഹു പറയുന്നുണ്ട്. വഅന്നൽ മലായികത തുസല്ലി അലൈഹി, നബി തങ്ങളുടെ മേലിൽ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സുമ്മ അമറ തആല, ഇനി അല്ലാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. സുമ്മ അമറ തആല അഹ്ലൽ ആലമി സുഫ്ലിയീൻ, ഈ ഭൂമി ലോകത്തുള്ള ആളുകളോട് അല്ലാഹു കൽപ്പിക്കുകയാണ് ബിസ്സലാത്തി വത്തസ്ലീമി അലൈഹി, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് സലാമിന് വേണ്ടി കൽപ്പിക്കുന്നു. നമ്മളോട് അല്ലാഹു നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ പറയുന്നു. എങ്ങനെ? അല്ലാഹു മലക്കുകൾക്കിടയിൽ നബി തങ്ങളുടെ സ്ഥാനത്തെ വിശദീകരിക്കുന്നു, പുകഴ്ത്തി പറയുന്നു. മലക്കുകൾ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് ഭൂമി ലോകത്തോടുള്ളവരോട് അല്ലാഹുവിന്റെ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് സലാം ചൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലിയജ്തമി അസ്സനാഉ അലൈഹി മിൻ അഹ്ലിൽ ആലമൈനിൽ ഉൽവി വസ്സുഫ്ലി ജമീആ, ആകാശഭൂമി ലോകത്ത്, ഉപരിലോകത്തും ഈ ലോകത്തുമൊക്കെ മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സനാ, അവിടുത്തെ പുകഴ്ചകൾ, അവിടുത്തെ വാഴ്ത്തുകൾ നിറഞ്ഞു നിൽക്കണം. രണ്ട് ലോകത്തും അത് നിലനിൽക്കണം എന്നാണ് ഈ ഹദീസിന്റെ, ഈ ആയത്തിന്റെ താല്പര്യമെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു. അപ്പൊ നബി തങ്ങളെ പുകഴ്ത്തണമെന്ന് ഖുർആന്റെ കൽപ്പനയാണ്. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്ന സംഭവം ഉണ്ടല്ലോ, നബി തങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷിച്ചിട്ടുണ്ട്. തെളിവ് പറയുന്നതാരാ? ഇമാം സുയൂത്തി തങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. എന്താ? വഖദ് ളഹറ ലി തഖ്രീജുഹാ അലാ അസ്ലിൻ സാബിത്തിൻ വഹുവ മാ സബത ഫി സ്വഹീഹൈനി, സ്വഹീഹൈനിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, മിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമൽ മദീനത ഫവജദൽ യഹൂദ യസൂമുന യൗമ ആശൂറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആശൂറാഇന്റെ ദിവസം യഹൂദികൾ നോമ്പ് നോൽക്കുന്നത് കണ്ടു. ഫസഅലഹും, അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ഫഖാലു, അവർ പറഞ്ഞു, ഹുവ യൗമുൻ അഗ്റഖല്ലാഹു ഫീഹി ഫിർഔന മിൻ ഇസ്ന വനജ്ജാ മൂസാ, മൂസാ നബിനെ രക്ഷപ്പെടുത്തുകയും ഫിർഔനിനെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ്. അതുകൊണ്ടാണ് നഹ്ഫനഹനു നസൂമുഹു ശുക്റൻ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് അന്നേ ദിവസം നോമ്പ് നോൽക്കുകയാണ് എന്ന് പറയുന്ന ഹദീസ്. ആശുറാഇന്റെ ഹദീസിനെ നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇമാമുമാർ വിശദീകരിക്കുകയാണ്, ഫയുസ്തഫാദു മിൻഹു ഫിഅലു ശുക്രി ലില്ലാഹി അലാ മാ മന്ന ബിഹി ഫി യൗമിൻ മുഅയ്യനിൻ, ഒരു പ്രത്യേകമായ ദിവസത്തിൽ അല്ലാഹു ഒരു അനുഗ്രഹം ചെയ്തു തന്നതിന് ശുക്ർ രേഖപ്പെടുത്താമെന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഫിർഔനിനെ മുക്കിക്കൊല്ലുകയും ചെയ്ത ഒരു ദിവസം, ആ ദിവസം ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്.
ആ അനുഗ്രഹത്തിന്റെ ദിവസം ശുക്ർ ചെയ്യാൻ പറ്റും എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖമത്തിൻ, ഒന്നുകിൽ ഒരു അനുഗ്രഹം കിട്ടിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ആഫത്ത് തട്ടി നീക്കപ്പെട്ടതിന്റെ പേരിൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യാം എന്ന് മാത്രമല്ല വയുആദു ദാലിക ഫീ നളീരി ദാലിക്കൽ യൗമി മിൻ കുല്ലി സന, എല്ലാ വർഷവും അതേ ദിവസം വരുമ്പോൾ ഇത് ആവർത്തിക്കപ്പെടാമെന്നും ബഹുമാനപ്പെട്ട ഇമാമുമാർ രേഖപ്പെടുത്തുന്നു. അതെങ്ങനെ? വശുക്റു ലില്ലാഹി, അല്ലാഹുവിന് ശുക്ർ ചെയ്യുക എന്നത് യഹ്സുലു ബി അൻവാഇൽ ഇബാദത്തി കസ്സുജൂദി വസ്സിയാമി വസ്സദഖത്തി വത്തിലാവ. അന്ന് നിസ്കാരം അധികരിപ്പിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടായിരിക്കാം, സ്വതക്ക ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ടായിരിക്കാം, നോമ്പ് നോറ്റു, ഏത് അള്ളാഹു ഇഷ്ടപ്പെട്ട എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് ശുക്ർ ചെയ്യാം. എന്നിട്ട് പറയാണ് വഅയ്യു നിഅമത്തിൻ അഅ്ളമു മിൻ നിഅമത്തി ബിബുറൂസി ഹാദൻ നബിയ്യി നബിയ്യിർ റഹ്മ ഫീ ദാലിക്കൽ യൗം. മുത്തുനബി വന്ന നിയമത്തിനേക്കാൾ വലിയ എന്ത് നിയമത്താ പിന്നുള്ളത്? അതുകൊണ്ട് അതിൽ സന്തോഷിക്കണം എന്ന് ഇമാമുമാർ രേഖപ്പെടുത്തുന്നു. ഇനിയോ, അപ്പൊ അങ്ങനെ സന്തോഷം പ്രത്യേകമായ ദിവസത്തിൽ ആവർത്തിക്കപ്പെടാം. അതുമാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ ജന്മത്തിന്റെ പേരിൽ സന്തോഷിച്ചതും വിശദീകരിക്കുന്നു. നബിതങ്ങൾ വരെ വഹുവ മാ അഖ്റജഹു വഖദ് ളഹറ ലി തഖ്രീജുഹു അലാ അസ്ലിൻ ആഖർ വഹുവ മാ അഖ്റജഹു അൽ ബൈഹഖി അൻ അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ മുൻനിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇമാമുമാർ വിശദീകരിക്കുകയാണ്. അഖ്ഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ നുബുവ, നുബുവത്തിന് ശേഷം നബിതങ്ങൾ സ്വന്തത്തിന്റെ പേരിൽ അഖീഖത്ത് അറുത്തു. എങ്ങനെ? മഅന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖ്ഖ അൻഹു ഫീ സാബിഇ വിലാദതിഹി, അവിടുന്ന് ജന്മം കൊണ്ട 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പ നബിതങ്ങളുടെ മേലിൽ അഖീഖത്ത് അറുത്തിട്ടുണ്ട്. എന്നിട്ടും നബിതങ്ങൾ അഖീഖത്ത് അറുത്തു. വൽ അഖീഖത്തു ലാ തുആദു മറത്തൻ സാനിയ, അഖീഖത്ത് ഒറ്റ തവണ അറക്കാൻ പറ്റുള്ളൂ, പിന്നെ അത് മടക്കലില്ല, അത് മടക്കി ചെയ്യലില്ല. പിന്നെ ഇവിടെ അങ്ങനെ ചെയ്തതോ فيجعل ذلك, ഇവിടെയാണ് നമ്മുടെ പോയിന്റ്, فيجعل ذلك على ان الذي فعله النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇദ്ഹാറുൽ ലിശുക്രി അലാ ഈജാദില്ലാഹി ഇയ്യാഹു റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ ലോകർക്ക് അനുഗ്രഹമായിട്ട് മുസ്തഫായ തങ്ങളെ അള്ളാഹു ഇങ്ങോട്ട് അയച്ചതിന്റെ സന്തോഷം രേഖപ്പെടുത്താനാണ് മുസ്തഫായ നബി തങ്ങൾ അങ്ങനെ ചെയ്തതും. ഈ ഉമ്മത്തിന് അള്ളാഹു നബി തങ്ങൾ പഠിപ്പിക്കുകയുമാണ്. കമാ കാന യുസല്ലി അലാ നഫ്സിഹി ലിദാലിക ഫയുസ്തഹബ്ബു ലനാ അയ്ളൻ ഇദ്ഹാറു ശുക്രി ബിമൗലിദിഹി, അതുകൊണ്ട് നമുക്ക് നബി തങ്ങളുടെ മേലിൽ ആ മൗലിദിന്റെ പേരിൽ സന്തോഷിക്കണം. ബിൽ ഇജ്തിമാഇ, എല്ലാവരും ഒരുമിച്ച് കൂടൽ കൊണ്ട്, സന്തോഷം പ്രകടിപ്പിക്കുന്ന, എല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട എന്ത് കാര്യങ്ങളെ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സന്തോഷം പ്രകടിപ്പിക്കാം. അപ്പോ നബിതങ്ങൾ സ്വന്തം ജന്മത്തിൽ സന്തോഷിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ ഉമ്മത്തിനെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ നബിതങ്ങൾ തന്നെ ഇത് ആവർത്തിച്ചതിന്റെ ആശൂറയുടെ ദിവസത്തിൽ മൂസ നബി അലിഹിസ്സലാമിന്റെ ജീവിതത്തിലുണ്ടായ വലിയ അനുഗ്രഹം അവിടുത്തെ അനുയായികൾ നോമ്പ് നോറ്റ് ആഘോഷിക്കുന്നത് പോലെ ഒരു പ്രത്യേകമായ ദിവസം ഒരു അനുഗ്രഹം കിട്ടിയാൽ ആ അനുഗ്രഹത്തിന്റെ മേലിൽ സന്തോഷം രേഖപ്പെടുത്തുക എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അനുസൃതമാണ്. അത് പ്രമാണബന്ധിതമാണ്, അത് പ്രമാണ വിരുദ്ധമല്ല, അത് പാടില്ല എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രമാണ വിരുദ്ധമാകുന്നത്. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഖീഖത്ത് അർത്ത ഹദീസ് ദഈഫാണെന്നാ പിന്നെ പറയാറുള്ളത്. ഞാൻ ചുരുക്കി പറയുകയാണ്, ഹാഫിദുൽ ഹൈതമി തങ്ങൾ മജ്മഉസ് സവായിദിൽ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നുൽ മുസന്നയിലൂടെയും അബ്ദുല്ലാഹി ഇബ്നുൽ മുഹററിലൂടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി മുസന്നയിലൂടെയുള്ള ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് വിമർശകരുടെ അവലംബമായ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി പോലും അവിടുത്തെ സിൽസിലത്തു സ്വഹീഹ എന്ന ഗ്രന്ഥത്തിൽ ഇത് സ്വഹീഹായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ് കുടുങ്ങുമ്പോഴുള്ള പരിപാടിയാണല്ലോ ലൈഫാണെന്ന് പറയുന്നത്. അപ്പൊ ലൈഫാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചിലാകാൻ പറ്റൂല, ലൈഫാണെന്ന് പറഞ്ഞ് തടി സലാമത്താക്കാൻ പറ്റൂല. ഈ ഹദീസ് സ്വഹീഹായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അതുമാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ അബൂലഹബിന് പോലും ആ തിങ്കളാഴ്ച ദിവസം ഖബറിൽ ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നാസിറുദ്ദീൻ ദിമശ്കി റഹിമഹുല്ലാ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇത്നൈൻ ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ ഫമല്ലന്നു ബിൽ അബ്ദിൽ ലദീ തൂല ഉംരിഹി ബിഅഹ്മദ മസ്റൂറൻ വമാതാ മുവഹിദാ. വിശുദ്ധ ഖുർആൻ പേരെടുത്ത് ശപിച്ച ലഅനത്താക്കപ്പെട്ട തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബ് നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ അബൂലഹബിന് പോലും, അവിശ്വാസിയായ അബൂലഹബിന് പോലും ഹബീബിന്റെ പേരിൽ സന്തോഷിച്ചതുകൊണ്ട് ഖബറിൽ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു തൗഹീദിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസിക്ക് എന്ത് വലിയ അനുഗ്രഹമായിരിക്കും കിട്ടുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അത് മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് പിന്നെ റബീഉൽ അവൽ 12-നല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആയിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ. ചരിത്രപരമായ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ പല അഭിപ്രായ ഭിന്നതകളും ഉണ്ടാവും. ആ അഭിപ്രായ ഭിന്നതകൾ ഉള്ളിടത്ത് ചരിത്ര പണ്ഡിതന്മാർ വൽ മശ്ഹൂറുല്ലദി ലതായിഫുൽ മിനനിൽ വൽ മശ്ഹൂറുല്ലദി അലൈഹിൽ ജംഹൂർ അന്നഹു വുലിദ യൗമൽ ഇത്നൈനി 12 റബീഉൽ അവൽ, റബീഉൽ അവൽ 12-നാണ് എന്നാണ് ചരിത്രത്തിലെ പ്രബലമായ അഭിപ്രായം. അതുമാത്രമല്ല, ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹു തആല മവാഹിബിലും അത് വൽ മശ്ഹൂർ അന്നഹു വുലിദ യൗമൽ ഇത്നൈനി 12 റബീഉൽ അവൽ വഹുവ ഖൗലു ഇബ്നു ഇസ്ഹാഖ് വൈരിഹി എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചു. അവിടെ റബീഉൽ അവൽ മശ്ഹൂറായ പ്രബലമായ ചരിത്രത്തിന്റെ പിൻബലമുള്ള നബി തങ്ങളുടെ ജന്മദിനം റബീഉൽ അവൽ 12-നാണ് എന്നാണ്. ഇനി 12-നാണെന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ട് അമലി ചെയ്യാൻ പറ്റൂല എന്ന് വല്ല ഇതുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലൈലത്തുൽ ഖദർ എന്നാണെന്ന് നമുക്കറിയോ? അപ്പോ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അതുകൊണ്ട് ഇനി ലൈലത്തുൽ ഖദർ എന്നുള്ള പരിപാടി പറ്റൂല എന്നാ പറയല്. അതൊക്കെ നിരർത്ഥകമാണ്. ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ടോ? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച ഹദീസ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കലുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ അതിൽ പറയുന്നത് എന്താണ്? ഫീഹി ദാലിക യൗമുൻ വുലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. ഈ ഹദീസിനെ മുൻനിർത്തിയിട്ട് ഇബ്നുൽ ഹാജിൽ മക്കി അൽ മദ്ഖലിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അശാറ അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങൾ ഇതുകൊണ്ട് രേഖപ്പെടുത്തുന്നു ഇലാ ഫളീലത്തി ഹാദാ അശ്ശഹ്റിൽ അളീം ബിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ലിസായിലിൽ ലദീ സഅലഹു അൻ സൗമി യൗമിൽ ഇത്നൈനി ഫഖാല ലഹു അലൈഹി സ്വലാത്തു വസ്സലാം ദാലിക യൗമുൻ വുലിത്തു ഫീഹി, അത് ഞാൻ ജനിച്ച ദിവസമാണ്. ഫതശ്രീഫു ഹാദൽ യൗമി മുതളമ്മിനുൻ ലിതശ്രീഫി ഹാദാ അശ്ശഹ്റിൽ ലദീ വുലിദ ഫീഹി. അപ്പോൾ നബി തങ്ങൾ ജനിച്ച ആ ദിവസത്തിനും ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസത്തിനും പ്രത്യേകത ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹാജിൽ തങ്ങൾ അവിടുത്തെ മദ്ഖലിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി ഇതൊക്കെ ആവുമ്പോൾ പിന്നൊരു വിമർശനം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസത്തെ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഇബാദത്തിന് ഒരു സമയത്തെ തെരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇതിനൊക്കെ കൃത്യമായി പ്രമാണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗ്ഗം കാണിക്കപ്പെട്ടു. നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പിന്റെ അനക്കം സ്വർഗ്ഗത്തിൽ കേട്ടു. നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅതു ദുഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്നാ. സ്വർഗത്തിൽ നിങ്ങളെ ചെരുപ്പടിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തു സൽക്കർമ്മമാണ് ഇതിനു മാത്രം പ്രത്യേകമായിട്ട് ചെയ്യുന്നത്? അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയെ, ഞാൻ എപ്പോ വുളൂ ചെയ്താലും ഉടനെ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രത്യേകമായ കർമ്മം അതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി ഇവിടെ വിശദീകരിക്കുകയാണ്, വയുസ്തഫാദു മിൻഹു, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അൽ ഇജ്തിഹാദു ഫീ തൗഖീതിൽ ഇബാദ, ഇബാദത്തിന് നമുക്ക് പ്രത്യേകമായ ഒരു സമയം നിശ്ചയിക്കാം. لأن بلالا توصل إلى ما ذكرناه, ഈ പറയപ്പെട്ട അവസ്ഥയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ടത് ബിൽ ഇസ്തിംബാത്ത്, ആവശ്യമായ ഒരു ഇബാദത്തിന് ഒരു സമയം സ്വന്തമായി നിശ്ചയിച്ചു. ഫസവ്വബഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങൾ വഹാബികളെ തൗഹീദാണ് മുത്തുനബി പഠിപ്പിച്ചതെങ്കിൽ നബി തങ്ങൾ എന്തു പറയണം?
നിർത്തിക്കോ, ഇനി ഇവിടെ പറ്റൂല എന്ന് പറയണം. പക്ഷെ മുത്തുനബി അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഇതൊക്കെ പരിശുദ്ധമായ ശറഇന്റെ അനുമതിയുള്ളതാണ്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എപ്പോഴും പറയുന്നതാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ദുഃഖം, നബി തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണെന്ന് ഏകാഭിപ്രായമാണ് എന്ന കളവ്. വഫാത്തിന്റെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വിശ്വാസിക്ക് സങ്കടം ആചരിക്കുന്ന പരിപാടി ഉണ്ടോ? ഇല്ല. സന്തോഷം ആചരിക്കുന്ന പരിപാടിയുള്ളൂ. സങ്കടം, ദുഃഖാചരണം പരിശുദ്ധ ഇസ്ലാമിലില്ല. ഉള്ളത് രണ്ടു ഘട്ടങ്ങളിലാണ്. ഒന്ന്, മരണപ്പെട്ട ഭർത്താവിന്റെ പേരിൽ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കുന്ന ഭാര്യ. മറ്റൊന്ന് അനുവദനീയമായ, ഒന്ന് നിർബന്ധമായ ഒരു ദുഃഖാചരണവും മറ്റൊന്ന് അനുവദനീയമായ, ഒരാൾ മരിച്ചാൽ 3 ദിവസം അവരുടെ മേലിൽ ദുഃഖമാചരിക്കുക. അത് അനുവദനീയമാണ്. അതിനപ്പുറം അതിനപ്പുറം പോകൽ ഹറാമാണ്. അപ്പൊ അതുവരെ ദുഃഖമാചരിക്കൽ പറ്റും. ഇതിലപ്പുറം എല്ലാ വർഷവും ദുഃഖമാചരിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ലെന്ന് മാത്രമല്ല, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കൈഫ തഹ്തഫിലൂന ബിൽ മൗലിദി മഅ അന്നഹു അശ്ശഹ്റുൽ ലദീ തുവഫി ഫീഹി റസൂലുള്ളാഹ്. നബി തങ്ങൾ വഫാത്തായ ദിവസത്തിൽ തന്നെയാണല്ലോ, അല്ലെങ്കിൽ വഫാത്തായ മാസത്തിൽ തന്നെയാണല്ലോ നബിദിനം ആഘോഷിക്കുകയും ചെയ്യുന്നത്. അതിന് ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു, ഇന്ന വിലാദതഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ളമുൻ നിഅമി അലൈനാ. നബിതങ്ങളുടെ പരിശുദ്ധമായ ജന്മം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വഫാതുഹു അഅ്ളമുൽ മസാഇബി ലനാ. നബിതങ്ങളുടെ വഫാത്ത് ഏറ്റവും വലിയ അപകടം, നമുക്ക് മുസീബത്തുമാണ്. എന്നിട്ട് പറയാണ്, വശരീഅതു ഹഫ്ഫത് അലാ ഇദ്ഹാരി ശുക്രി നിഅമി വസ്സബ്രി അലാ ശുക്രി നിഅമി വസ്സബ്രി വസ്സുകൂനി വൽകത്മി ഇൻദൽ മസാഇബി. അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തലും മസായിബ്, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അപകടങ്ങളിൽ ക്ഷമിക്കുകയും അത് മറച്ചുവെക്കുകയും ചെയ്യുകയാ എന്നതാണ് ശർഅ് നമ്മോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വഖദ് അമറ ശർഅു ബിൽ അഖീഖത്തി ഇൻദൽ വിലാദ. ജന്മസമയത്ത് അഖീഖത്ത് നിർബന്ധമാക്കുന്ന, അഖീഖത്ത് ശർഅ് നമ്മോട് കൽപ്പിച്ചത്, അങ്ങനെ ഒരു സുന്നത്തായ കർമ്മം നമ്മോട് കൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വഹിയ ഇദ്ഹാറു ശുക്രിൻ വഹിയ ഇദ്ഹാറു ശുക്രിൻ വഫറഹിൻ ബിൽ മൗലൂദ്. അതുകൊണ്ട് അതിനാണ് ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് എത്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ദുഃഖാചരണം എന്നത് പരിശുദ്ധ ഇസ്ലാമിലില്ല. സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് ശർഇന്റെ കൽപ്പനയാണ്. ഇനി അപ്പൊ സ്വഹാബാക്കൾ ദുഃഖിച്ചതോ? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഘട്ടത്തിൽ സ്വഹാബത്ത് പലവിധത്തിലുള്ള ദുഃഖം, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കാത്ത വിധം നബി തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് സങ്കടം രേഖപ്പെടുത്തി. അത് ഇൽത്തിറാരിയായി സ്വാഭാവികമായി വന്നതാണ്. അതൊരിക്കലും ശർഅ് അതിനെ വിലക്കണില്ല. കാരണം എന്താ? സ്വാഭാവികമായി വരുന്നതിനെ ശർഅ് വിലക്കണില്ല. എല്ലാ കൊല്ലവും ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എല്ലാ വർഷവും നബിതങ്ങളുടെ നബിതങ്ങളുടെ വഫാത്തിന്റെ ദിവസത്തിൽ സ്വഹാബത്ത് അങ്ങനെ സങ്കടം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊരു ആചാരമായി കൊണ്ട് നടന്നതല്ല, സ്വാഭാവികമായി അവരിൽ നിന്ന് ഉണ്ടായതാണ്. അതല്ലാതെ എല്ലാ വർഷവും അങ്ങനെ ദുഃഖാചരണം നടത്തിയിട്ടില്ല. അല്ലെ? നബിദിനായാല് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ എഴുതിയിട്ട് വഹാബികൾ പോസ്റ്റർ അടിച്ചിറക്കും. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ചോ പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യങ്ങളെ കുറിച്ചോ ഒരു അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത ജാഹിലുകളാണ് അത്തരം പണിയെടുക്കുന്നത്. അല്ലാഹു അവരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൽ കൈഫിയത്ത് വ്യക്തമാക്കപ്പെട്ട അഅ്മാലുൻ മഖ്സൂസത്തുൻ ബി കൈഫിയ, കൈഫിയത്ത് വ്യക്തമാക്കപ്പെട്ട ഇബാദത്തുകൾ, അഅ്മാലുകളുണ്ട്. പ്രത്യേകമായ ഒരു കൈഫിയത്ത് വിശദീകരിക്കപ്പെടാത്ത അഅ്മാലുകളുണ്ട്. അല്ലേ? ഉദാഹരണത്തിന് നമ്മൾ നിസ്കാരം, ഫത്തുൽ മുഈൻ എങ്ങനെ നിസ്കാരത്തെ പറ്റി പറയുന്നത്? അഖ്വാലുൻ വ അഫ്ആലുൻ മഖ്സൂസത്തുൻ, അല്ലേ? മുഫ്തതിഹത്തുൻ ബിത്തക്ബീർ മുഖ്തതിമത്തുൻ ബിത്തസ്ലീം. ഒരു പ്രത്യേകമായ അമലുകൾ. സക്കാത്തിനെ ശറഉൽ മുഅദ്ദബിൽ സക്കാത്തിനെ പറയുന്നത് എങ്ങനെ? ഹുവ ഇസ്മുൻ ലി അഖ്ദി ശൈഇൻ മഖ്സൂസിൻ മിൻ മാലിൻ മഖ്സൂസിൻ അലാ ഔസാഫിൻ മഖ്സൂസത്തിൻ ലതായിഫത്തിൻ ഒക്കെ പറഞ്ഞിട്ട് ഒക്കെ ഒരു മഖ്സൂസത്താണ്. അതിന് പ്രത്യേകമായ ഷർത്തുകളുണ്ട്, സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ഫർളുകളുണ്ട്, രൂപങ്ങളുണ്ട്, ഒരു കൈഫിയത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഹജ്ജ്, സക്കാത്ത് പോലത്തത് ഇല്ലേ? ഇങ്ങനെ അഅ്മാലുകൾ പരിശുദ്ധ ഇസ്ലാമിൽ. എന്നാൽ ഒരു പ്രത്യേകമായ കൈഫിയത്ത് വ്യക്തമാക്കാത്ത അഅ്മാലുകളുണ്ട്. ഉദാഹരണത്തിന്
സ്വതക്ക. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വതക്കയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സംഭവം, ഒരു ഈത്തപ്പഴത്തിന്റെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്വർഗത്തെ നേടുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. അതൊരു സ്വതക്കയാണ്. യുദ്ധത്തിന് പോകുമ്പോൾ മറ്റു ആവശ്യങ്ങളിൽ നബി തങ്ങൾ സ്വഹാബത്തിൽ നിന്ന് പല രൂപത്തിലും പറഞ്ഞിട്ട് സ്വതക്കയായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ നടക്കും? ഉദാഹരണം പറഞ്ഞാൽ, ഒരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നാടുകളിലൊക്കെ റിലീഫ് പ്രവർത്തനത്തിന്റെ ഭാഗമായി SKSSF-ന്റെ കീഴിൽ, SYS-ന്റെ കീഴിലൊക്കെ ആ നാട്ടിലുള്ള കുട്ടികൾക്കൊക്കെ പുസ്തകം സൗജന്യമായി വിതരണം ചെയ്യാം. അത് മുത്തുനബി ചെയ്തിട്ടില്ലാണ്ട് മുടക്കാൻ പറ്റുമോ? അത് സ്വതക്കയാണ്. പക്ഷേ ഒരു പ്രത്യേകമായ മഹ്സൂസായ ഒരു കൈഫിയത്ത് വ്യക്തമാക്കപ്പെടാത്ത ഇബാദത്താണ്. ഇവിടെ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതൊന്നും റസൂലുള്ള ചെയ്തിട്ടില്ല, നബി തങ്ങളെ കാലത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റൂ? ഇല്ല. അടിസ്ഥാനപരമായി പരിശുദ്ധമായ ദീന് ശർഅ് അംഗീകരിച്ച കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ മദ്രസ. ഇൽമു പഠിക്കുക എന്ന അടിസ്ഥാനം, ഇൽമു പഠിപ്പിക്കുക എന്ന അടിസ്ഥാനം, അതിന്റെ പവിത്രതയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുത്തുനബിയുടെ മുമ്പിൽ അഹ്ലു സുഫ ഇരുന്ന് പഠിച്ച അതേമാതിരി തന്നെ പഠിക്കുക എന്ന് പറയാൻ കഴിയോ? നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഈ മാർഗം അതും ഒരു ഇൽമു പഠിക്കുന്ന രൂപമാണ്. ഒരു പ്രത്യേകമായ സമയം നിശ്ചയിച്ച്, ഒരു പ്രത്യേകമായ സിലബസ് നിശ്ചയിച്ച്, ഇന്നതേ പഠിക്കാവൂ എന്ന നിയമം വെച്ച് അതിൽ പഠിച്ചു പരീക്ഷ എഴുതി പാസ്സായവർക്ക് തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റം കൊടുക്കുന്ന, പരീക്ഷ നടത്തുന്ന ഈ ഏർപ്പാടൊക്കെ ഒരു സംവിധാനമായി രൂപപ്പെടുകയാണ്. അത് പാടില്ല എന്ന് പറയാൻ പറ്റും? നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്? അപ്പോ പരിശുദ്ധമായ ശർഅ് അടിസ്ഥാനപരമായി ശർഅ് അംഗീകരിച്ച കാര്യങ്ങളിൽ ശർഇന് വിരുദ്ധമല്ലാത്ത രൂപത്തിലുള്ള വ്യത്യസ്തമായ രൂപഭാവങ്ങൾ കൊണ്ടുവരുന്നത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചതാണ്. അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തിന്റെ പൈതൃകം പേറുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രമാണബന്ധിതമാണ്, പ്രമാണങ്ങൾക്കനുസൃതമാണ്. ഇത് പാടില്ല എന്ന് പറയുന്നതും ഇതിലുള്ള ഓരോ ജുസ്ഇയാത്തുകൾ എടുത്തിട്ട് അത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രമാണത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ളത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.